കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ദയവ് ചെയ്ത് ഈ വീഡിയോ അവസാന ഭാഗം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ആസ് ഇസ് മെമ്പേഴ്സ് only other cooperative society and the main object of which is to raise money and lend the sum to its members. Dash means a cooperative society having as its members only other cooperative societies. ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രമാണ്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു റേസ് മണി ആൻഡ് ലെൻഡ് ദ സം ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണം റേസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ സം മറ്റുള്ള മെമ്പേഴ്സിന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ആൻസർ: ഫിനാൻസിങ് ബാങ്ക്. ഏതാണ്? ഫിനാൻസിങ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് മീൻസ് സച്ച് പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ട്, അതർ ഫണ്ട്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ് received by a society and debentures issued by a society as have not been invested in buildings and other fixed asset. ഇതെന്താണ്? സച്ച് പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ടിൻ്റെ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ അതർ ഫണ്ട് ആകാം, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആകാം, ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ് ആകാം, ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ സൊസൈറ്റി, ഇതൊക്കെ ആകാം. പക്ഷേ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല? ബിൽഡിങ്സിലും അതർ ഫിക്സഡ് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ബാക്കിയുള്ള ഫണ്ടിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ: വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ആൻസർ? വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടൻ അസറ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ. ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടൻ അസറ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേക പ്രിവിലേജ് ആണ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 35. അടുത്ത ക്വസ്റ്റ്യൻ: എക്സംഷൻ ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ് ഡീൽസ് വിത്ത് സെക്ഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കുറച്ച് എക്സംഷൻ ഉണ്ട്. ടാക്സിൽ നിന്ന് ഒഴിവാകാൻ, ചില ഫീസ് അടയ്ക്കേണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ആൻസർ: സെക്ഷൻ 40. അടുത്ത ക്വസ്റ്റ്യൻ: എ ചാർജ് ഓൺ മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ ബോറോവർ in favor of cooperative bank may be created by. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേൽ എ ചാർജ് ഓൺ മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ ബോറോവർ ഇൻ ഫേവർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് മേ ബി ക്രിയേറ്റഡ് ബൈ. അതിന് പറയുന്ന പേരാണ് ഗെഹാൻ എന്ന് പറയുന്നത്. എന്താണ്? ഗെഹാൻ. ഗെഹാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. സെക്ഷൻ 36A ഗെഹാനാണ്. റൂൾ 51A ഗെഹാനെക്കുറിച്ച് പറയുന്ന റൂളാണ്. ഫോം നമ്പർ 8A അതും ഗെഹാനെക്കുറിച്ച് പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഓഫ് എ സൊസൈറ്റി ഇൻവെസ്റ്റഡ് ബൈ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച്മെന്റ് അണ്ടർ എനി ഡിക്രി ഓർ ഓർഡർ ഓഫ് എ കോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെപ്റ്റ് ഇൻക്വേർഡ് ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി എത്തരത്തിലുള്ള കടങ്ങൾ വരുത്തി വെച്ചാലും എന്താണ്? ഡിക്രി അല്ലെങ്കിൽ കോടതിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ പോലും എന്താണ്? ഇത് മാത്രം മറ്റുള്ള കടങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കടങ്ങൾക്ക് കൊടുക്കാനുള്ള അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ആൻസർ: റിസർവ് ഫണ്ട്. എന്താണ് ആൻസർ? റിസർവ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ഡീൽസ് വിത്ത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ണർഷിപ്പിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ: സെക്ഷൻ 42. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡീൽസ് വിത്ത് സെക്ഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ: സെക്ഷൻ 43. അടുത്ത ക്വസ്റ്റ്യൻ: പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് PSPF ഷാൽ ബി കെപ്റ്റ് ബൈ ഡാഷ് സൊസൈറ്റി. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ള സൊസൈറ്റീസ് ആണ്? ആൻസർ: അപ്പെക്സ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ:
സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഷാൽ ബി കെപ്റ്റ് ബൈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ സെൻട്രൽ സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ആൻസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കസ്റ്റോഡിയൻ ഓഫ് SSPF സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആരാണ്? സെൻട്രൽ സൊസൈറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, PSPF ആൻഡ് SSPF ഷാൽ ഡാഷ് ഓഫ് ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. PSPF ആൻഡ് SSPF പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും ഷാൽ ഡാഷ് ഓഫ് ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റിയുടെ എന്ത് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ നോട്ട് എ പാർട്ട് ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റി. അസറ്റിൻ്റെ പാർട്ടിലും വരത്തില്ല, ലയബിലിറ്റിയുടെ പാർട്ടിലും വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്സ് ഡീൽസ് വിത്ത് റൂൾ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതാണ്? റൂൾ 53A. ഏതാണ്? റൂൾ 53A. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ് ആൻഡ് ലോസസ് ഡീൽസ് വിത്ത് റൂൾ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാഡ് ഡെപ്റ്റ്, ലോസസ് ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതാണ്? ആൻസർ റൂൾ 62. പഠിക്കേണ്ട ഒരു റൂളാണ് റൂൾ 53A, റൂൾ 62. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ. എന്താണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56. സെക്ഷൻ 56. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഡീൽസ് വിത്ത് സെക്ഷൻ. എന്താണ്? ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഡീൽസ് വിത്ത് സെക്ഷൻ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57A. സെക്ഷൻ 57A. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഡീൽസ് വിത്ത് സെക്ഷൻ. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57A. കോപ്പറേറ്റീവ് സൊസൈറ്റി നിലകൊള്ളുന്നത് തന്നെ വെൽഫെയറിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ വെൽഫെയർ ഫണ്ട് 57 എന്നായിരിക്കും മിക്ക പേർക്കും അറിയാം. അതിനകത്ത് A ആണോ B ആണോ C ആണോ എന്നുള്ള സംശയം വരും. അപ്പോഴോർത്തിരിക്കുക, കോപ്പറേറ്റീവ് സൊസൈറ്റി നിലകൊള്ളുന്നത് വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താണ് 57A? എന്താണ് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അടുത്തത്, കോപ്പറേറ്റീവ് സൊസൈറ്റി രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 57B. അടുത്ത ക്വസ്റ്റ്യൻ, കൺസോർഷ്യം ലെൻഡിങ് സ്കീം ഡീൽസ് വിത്ത് സെക്ഷൻ. അത് ആ കൺസോർഷ്യം എന്നുള്ളതിനകത്തെ C തന്നെ പഠിച്ചു വെക്കുക. സെക്ഷൻ 57C. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനകത്ത് പറയുന്നത്. അതാണ് സെക്ഷൻ 57C. അടുത്തത്, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ഡീൽസ് വിത്ത്. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 57D. ഏതാണ്? 57D. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ പറയും, എന്താണ് D എന്ന് വിളിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ D എന്ന് ഓർത്തിരിക്കുമ്പോൾ എന്താണ്, സ്ത്രീകളെ കൊണ്ട് നടക്കാനും സ്ത്രീകളെ കൈകാര്യം ചെയ്യാനും ഒക്കെ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ D എന്ന് ഓർത്തിരിക്കുമ്പോഴേ എന്താണ് റിസ്ക് എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓരോ കോഡ് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ഡീൽസ് വിത്ത് 57D. അടുത്തത്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഡീൽസ് വിത്ത് സെക്ഷൻ. പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 61. അടുത്തത്, ഗ്രാറ്റുവിറ്റി ഡീൽസ് വിത്ത് സെക്ഷൻ. എന്താണ്? ഗ്രാറ്റുവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 61. അടുത്ത ക്വസ്റ്റ്യൻ, നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ ഡാഷ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവൈഡഡ് ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ്. എന്താണ്? നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ ഡാഷ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവൈഡഡ് ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇത് മാത്രമേ വിഭജിക്കാൻ പാടുള്ളൂ. വേറൊന്നും വിഭജിക്കാനോ ബോണസായിട്ട് കൊടുക്കാനോ പാടില്ല. അങ്ങനെയുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ നെറ്റ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സൊസൈറ്റി ഷാൽ ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇൻ എവരി ഇയർ ട്രാൻസ്ഫർ ആൻഡ് എമൗണ്ടഡ് ടു ബി ലെസ് ദാൻ ഡാഷ് റിസർവ് ഫണ്ട്.
കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എത്ര ശതമാനമാണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റേണ്ടത്? ആൻസർ 15%. അടുത്തത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എഡ്യൂക്കേഷൻ ഫണ്ട് 5%, മാക്സിമം 60,000. എഡ്യൂക്കേഷൻ ഫണ്ട് 5%, മാക്സിമം 60,000. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5%. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് അത് 7%. മെമ്പർ റിലീഫ് ഫണ്ട് 10%. മെമ്പർ റിലീഫ് ഫണ്ട് മാക്സിമം 1,00,000 രൂപയാണ്. അടുത്തത് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് ടു ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് ഡാഷ് പെർസെൻറ്റേജ്. ഇപ്പം ഡിവിഡൻഡ് കൊടുക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല? 25%. അടുത്തത് എന്താണ്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ബൈ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ആൻസർ രജിസ്ട്രാർ. അടുത്തത് ഡൊണേഷൻ ഓഫ് എമൗണ്ട് നോട്ട് എക്സീഡിങ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ്. എന്താണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനത്തിൽ കൂടുതൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല? ആൻസർ 10%. അടുത്ത ക്വസ്റ്റ്യൻ, ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് അനുസരിച്ചാണ് ഈ 10% കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ഏതു വർഷമാണെന്ന് ഓർത്തിരിക്കുക, 1890. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഞാൻ മുകളിൽ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ മാക്സിമം മാത്രമേ പറഞ്ഞുള്ളൂ. മിനിമം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ്സ് ഷാൽ ബി റെമിറ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഇൻ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വിതിൻ ഡാഷ് മന്ത് ഓഫ് ദ റിസിപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം എന്താണ് കേരള PSCSകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ എത്ര നാളിനകം എന്താണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫണ്ട് അടച്ചിരിക്കണം? 2 months. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2 months. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് റെമിറ്റൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് the chief executive shall be liable to pay interest at the rate dash percentage per annum. ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ അടയ്ക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ 2 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനകം പേ ചെയ്യാൻ കഴിയാതെ വന്നാൽ ആ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എത്ര ശതമാനം ഇൻട്രസ്റ്റ് അടയ്ക്കണം? 8%. എത്രയാണ്? 8%. അടുത്ത ക്വസ്റ്റ്യൻ, the cooperative education fund shall be maintained and administrated by. ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഷാൽ ബി കെപ്റ്റ് ബൈ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, മെമ്പർ റിലീഫ് ഫണ്ട് ഷാൽ ബി റെമിറ്റഡ് വിതിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. നേരത്തെ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ മെമ്പർ റിലീഫ് ഫണ്ട് ആണെങ്കിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം എത്ര നാളിനുള്ളിൽ അടച്ചു തീർത്തിരിക്കണം? 2 മാസം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെമ്പർ റിലീഫ് ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ. മെമ്പർ റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ആരാണ്? ആൻസർ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഗ്രാറ്റുവിറ്റി ആക്ട് ഏതു വർഷമാണ് പാസ്സാക്കിയത്? ആൻസർ 1972. ഏതു വർഷമാണ്? 1972. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ലിക്വിഡ് കവർ ഷാൽ ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ എത്ര ശതമാനമെങ്കിലും മിനിമം ലിക്വിഡ് കവർ ഉണ്ടായിരിക്കണം? ആൻസർ എത്രയാണ്? 20%. എത്രയാണ്? 20%. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയത്. എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് നിങ്ങളെ ഒന്നോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിവിഷൻ മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഇത് നിങ്ങളെ എക്സാം ഹാളിൽ ഒരുപാട് സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും ഇനി പഠിക്കാൻ ശ്രമിക്കാതെ
8 7 ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കാതെ ഈ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്പർ റിലീഫ് ഫണ്ട് എത്രയാണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എത്ര % ആണ്, ഇത്രയൊക്കെ സംശയങ്ങൾ വരാം. ഇതൊന്നും നമ്മളെ പരീക്ഷാ ഹാളിൽ തുണയ്ക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ജൂലൈ 30 നടക്കുന്ന എക്സാം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉറപ്പ് 100% ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.